കണ്ണൂർ തലശ്ശേരി ആഫ്റ്റർ കെയർ ഹോമിൽ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത് വരുന്നു. പന്ന്യന്നൂർ ITI വിദ്യാർത്ഥിയും തമിഴ്നാട് കടലൂർ സ്വദേശിയുമായ പ്രവീൺ കുമാറിന്റെ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകി. 2 സഹപാഠികളും ഹോസ്റ്റൽ വാർഡനും ചേർന്ന് പ്രവീണിനെ മർദ്ദിച്ചതായി കുടുംബം ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് തലശ്ശേരിയിലെ ആഫ്റ്റർ കെയർ ഹോമിൽ പ്രവീൺ കുമാറിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പന്ന്യന്നൂർ ഗവൺമെന്റ് ITIയിൽ വെൽഡർ കോഴ്സിന് പഠിക്കുകയായിരുന്നു പ്രവീൺ കുമാർ. 1 വർഷം മുൻപാണ് തൃശൂർ ആഫ്റ്റർ കെയർ ഹോമിൽ നിന്നും പ്രവീൺ പഠനത്തിനായി തലശ്ശേരിയിലെത്തിയത്. പുതുച്ചേരി കടലൂർ സ്വദേശിയാണ് പ്രവീൺ. പുകയില ഉപയോഗിച്ചുവെന്നാരോപിച്ച് ഹോസ്റ്റൽ വാർഡനും 2 സഹപാഠികളും ചേർന്ന് പ്രവീണിനെ മർദ്ദിച്ചതായും പിന്നാലെ തൂങ്ങിമരിച്ച നിലയിൽ പ്രവീണിനെ കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ടെന്നുമാണ് ബന്ധുക്കളുടെ പരാതി. കുട്ടീനെ ഞങ്ങൾ ഹോസ്റ്റലിലാക്കിയിരുന്നു. കുട്ടി ഹാൻഡ്സ് വെക്കുന്നത് പറഞ്ഞിട്ടാണ് ഇവർ പിടിച്ച് കുട്ടീനെ ഉപദ്രവിച്ചത്. കുട്ടീനെ ഉപദ്രവിച്ച് ഇവർ റൂമിൽ തന്നെ ആക്കിയിട്ട് പോയിട്ടുണ്ട്. പോയി 5 മിനിറ്റ് കഴിഞ്ഞ് വരുമ്പോഴേക്കും കുട്ടി തൂങ്ങിയെന്നാണ് പറയണത്. ഇതിൽ ഈ 2-3 കുട്ടികളെ ചോദ്യം ചെയ്തപ്പോൾ 2 കുട്ടി ഇത് ഒന്നും മിണ്ടില്ല. 3-ാമത്തെ കുട്ടി വിവരം പറഞ്ഞു. അപ്പോഴേക്കും പോലീസുകാർ കയറി പറയേണ്ട ഒന്നും പറയാതെ അവനെ തട്ടിമാറ്റി കൊണ്ടുപോയി. തലേ ദിവസം മകൻ ഫോണിൽ വിളിച്ചിരുന്നതായും ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്നും മാതാവ് മീനാക്ഷി പറഞ്ഞു. അമ്മ എങ്ങനെയുണ്ട്, സുഖമല്ല അമ്മ എന്ന് പറഞ്ഞു. ആ സുഖം പിന്നെ നീ എവിടെ? ഞാൻ പഠിക്കുന്നുണ്ട്, പണത്താശ്ശേരി കൂടെ ചേർത്തിട്ടുണ്ട്, ഞാൻ പഠിക്കുന്നുണ്ട് അമ്മ എന്ന് പറഞ്ഞു. അടുത്ത മാസം അവൻ ജോലിക്ക് കയറുന്നതാ, ഹോട്ടൽ മാനേജ്മെൻറ്റ്. അടുത്ത മാസം മിനിയാന്ന് വരിക്കാൻ 2 മണിക്ക് വിളിച്ചെൻ്റെ മോൻ. അമ്മ 300 രൂപ ഈസി അമ്മ എന്ന് പറഞ്ഞു. ഞാൻ പണി കഴിഞ്ഞിട്ട് പോയി കയറ്റി വിടാൻ പുന്നാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടൊന്നും എനിക്ക് സമയം നോക്കാറില്ല. അപ്പം 4:50 എൻ്റെ മോനടുത്ത് സമയം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 4:50 അമ്മ ഡ്രസ്സ് മാറ്റി പോക്കോ, കുറേ ദൂരം പോകണമല്ലോ എന്ന് പറഞ്ഞു. സംഭവത്തിൽ തലശ്ശേരി ആഫ്റ്റർ കെയർ ഹോം അധികൃതരോട് കളക്ടർ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. പ്രവീൺ ലഹരി വിമുക്തി കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നതായി ആഫ്റ്റർ കെയർ അധികൃതർ പറയുന്നു. 24 കണ്ണൂർ.